ഹായ് ഗൈസ്, മൈസെൽഫ് നദീം. ഞാൻ ഇന്നെടുക്കാൻ പോകുന്ന ടോപ്പിക് ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നോട്ട്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. ആൻഡ് ഇതിൻ്റെ PPT ഞാൻ അയച്ചു തരാം കേട്ടോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ മെയിനായിട്ട് വരുന്നത് ഇതിൻ്റെ ഡെഫിനിഷൻ. എന്താണ് ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്? ഇത് അസസ് ചെയ്യാണ്. അസസിങ് ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു മെറ്റബോളൈസ് എ ഗിവൺ ലോഡ് ഓഫ് ഗ്ലൂക്കോസ്. ആ കൊടുക്കുന്ന ലോഡ് ഓഫ് ഗ്ലൂക്കോസ് മൂപ്പർക്ക് മെറ്റബോളൈസ് ചെയ്യാനുള്ള കഴിവുണ്ടോ? ഇത് എന്തിനാണ് യൂസ്ഫുൾ? ഒരു ഡയബറ്റീസ് മെലിറ്റസ് നമുക്ക് ഡൗട്ട്ഫുൾ ആയിട്ടുള്ളൊരു കേസിൽ അത് കൺഫേം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് യൂസ് ചെയ്യാം. ആൻഡ് ഇൻഡിക്കേഷൻസ് ഫോർ OGTT. അപ്പോൾ നമ്മൾ എന്താണ് ഇൻഡിക്കേഷൻസ് ഫോർ OGTT എന്നാണ് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ ഏതൊക്കെ കേസിൽ OGTT ചെയ്യണം എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ പേഷ്യൻറ്റിന് എന്തുണ്ട്? ഇപ്പോൾ സിംറ്റംസ് നമുക്ക് തോന്നി, ഓക്കെ, സിംറ്റംസ് ഉണ്ട് ഡയബറ്റീസ് മെലിറ്റസിൻ്റെ. പക്ഷേ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് നമ്മൾ എടുക്കുമല്ലോ. ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് എടുക്കുമ്പോൾ അതൊരു 100-ൻ്റെ 126-ൻ്റെ ഇടയിൽ. നോർമലി നമ്മൾ 126-ൻ്റെ എബോവ് പോകുമ്പോൾ ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ് ലെവൽ 126-ൻ്റെ മുകളിൽ പോകുമ്പോഴാണ് നമ്മൾ ഡയബറ്റീസ് കൺഫേം ചെയ്യുക. പക്ഷേ ഇതെന്തായി? ഒരു ഇൻകൺക്ലൂസീവ് വാല്യൂ. നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? OGTT സജസ്റ്റ് ചെയ്യാം അല്ലേ? ഇനി ചില സമയത്ത് പ്രഗ്നൻസീൻ്റെ ടൈമിൽ എക്സസീവായിട്ട് വെയിറ്റ് വരിക. പ്രഗ്നൻസീൻ്റെ ടൈമിൽ എക്സസീവ് വെയിറ്റ് ഗെയിൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ ആ പുള്ളിക്കാരിക്ക് ഒരു പാസ്റ്റ് ഹിസ്റ്ററി, പണ്ടത്തെ ഒരു ഹിസ്റ്ററി വരികയാണെന്ത്? വലിയ കുട്ടി, ബിഗ് ബേബി, ഒരു 4 കിലോൻ്റെ ഒക്കെ മുകളിലുള്ള കുട്ടി പണ്ടുണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ മിസ്കാരേജിൻ്റെ ഒരു ഹിസ്റ്ററിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? OGTT സജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എന്തിനാ റൂൾ ഔട്ട് ചെയ്യാൻ? അയാൾക്ക് ബെനൈൻ റീനൽ ഗ്ലൂക്കോസ് യൂറിയ ഇല്ല എന്നുള്ളത്, അങ്ങനൊരു സംഭവം ഇല്ല എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം? ഓക്കെ, ബെനൈൻ റീനൽ ഗ്ലൂക്കോസ് യൂറിയ ഇല്ല എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം? ഈ OGTT യൂസ് ചെയ്യാം. എന്നാൽ ഇതേ സംഭവം എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണെന്ത്, അല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണെന്ത്? കോൺട്രാ ഇൻഡിക്കേഷൻ ഫോർ OGTT അല്ലേ? ഇനി അങ്ങനെയാണ് എന്തൊക്കെ? ഒരാൾക്ക് ഓൾറെഡി ഡയബറ്റീസ് മെലിറ്റസ് കൺഫേം. ഇപ്പോൾ എക്സാമ്പിൾ എനിക്ക് ഓൾറെഡി ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ട്, പിന്നെ എനിക്ക് ഇനി OGTT ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എനിക്കിപ്പോൾ ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ട്, അതിനെ ഫോളോ അപ്പ് ചെയ്യാൻ ഞാൻ OGTT എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. OGTT ഹാസ് നോ റോൾ ഇൻ ഫോളോ അപ്പിങ് ഡയബറ്റീസ് മെലിറ്റസ്. ആൻഡ് അത് ഇനിഷ്യൽ ഡയഗ്നോസ് ആണെന്ത്? ഇത് ഇനിഷ്യൽ ഇയാൾക്ക് ഉണ്ടോ എന്ന് കൺഫേം ആക്കൽ മാത്രമാണ് നമ്മുടെ ഡ്യൂട്ടി. അതിനുശേഷം അതിനെ ഫോളോ അപ്പ് ചെയ്യാൻ OGTT പറ്റില്ല. ആൻഡ് ഈ ചെറിയ അസുഖമുള്ള ആൾക്കാർക്കൊക്കെ ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ടെസ്റ്റ് ഷുഡ് നോട്ട് ബി ഡൺ ഇൻ അക്യൂട്ട്ലി ഇൽ പേഷ്യൻസ്. ഇനി ഈ ഒരു പേഷ്യൻ്റ് നമ്മൾ എന്ത് ചെയ്യണം? OGTTക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? അതാണ് നെക്സ്റ്റ്. ഓക്കെ, മൂപ്പരോട് ഒരു 3 ദിവസമെങ്കിലും, ഈ ടെസ്റ്റിൻ്റെ 3 ദിവസം മുന്നേ എന്ത് ചെയ്യണം? നല്ല രീതിക്ക് കാർബോഹൈഡ്രേറ്റ് കഴിക്കാൻ പറയണം അല്ലേ? നല്ല രീതിക്ക് ആ ടെസ്റ്റിൻ്റെ മുന്നേ 3 ദിവസം നല്ല രീതിക്ക് കാർബോഹൈഡ്രേറ്റ് കഴിക്കാൻ പറയാം. എന്നിട്ട് ഇന്നാണ് ടെസ്റ്റ് നടക്കുന്നതെങ്കിൽ ഇന്നലെ ഒരു 30 മുതൽ 50 ഗ്രാം വരെ കാർബോഹൈഡ്രേറ്റ് ഉള്ള, ഇത് ഇന്ന് ടെസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇന്നലെ 30 മുതൽ 50 ഗ്രാം വരെ കാർബോഹൈഡ്രേറ്റ് ആ ഒരു തലേന്ന് വൈകുന്നേരം എന്ത് ചെയ്യുക? കഴിക്കാൻ പറയാം. അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല? ഒരു നോർമൽ ആൾക്കാരാണെങ്കിൽ പോലും ആ കാർബോഹൈഡ്രേറ്റ് പിറ്റേ എന്ത് ചെയ്യില്ല? ടോളറേറ്റ് ചെയ്യില്ല. ഓക്കെ, പിന്നെ എന്ത് ചെയ്യാൻ പറയാം? ഒരു 2 ദിവസം മുന്നേ എങ്കിലും എന്ത് ചെയ്യണം? നമ്മളെ ഇൻസുലിനൊക്കെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ലെവലിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഡ്രഗ്സ് ഒഴിവാക്കാൻ പറയണം. അറ്റ്ലീസ്റ്റ് 2 days ബിഫോർ എങ്കിലും എന്ത് പറയണം? അങ്ങനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഡ്രഗ്സൊക്കെ എന്ത് ചെയ്യണം? ഒഴിവാക്കാൻ പറയണം. ആ ടെസ്റ്റിൻ്റെ സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല? സ്മോക്കിംഗ് ഒഴിവാക്കാൻ പറയണം. ഓക്കെ അല്ലേ? ഇനി നല്ല രീതിക്ക് എക്സസൈസ് വന്നാൽ കാർബോഹൈഡ്രേറ്റ് ഒക്കെ അതിനു വേണ്ടി യൂസ് ആവില്ലേ? ഇപ്പോൾ സ്ട്രീനസ് എക്സസൈസ് ആ ടൈമിൽ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. സ്ട്രീനസ് എക്സസൈസ് അതിനടുപ്പിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഒഴിവാക്കാൻ വേണ്ടി പറയണം അല്ലേ? അന്ന് രാത്രി, അതായത് തലേന്ന് രാത്രി 8 മണിക്ക് ശേഷം എന്ത് ചെയ്യാൻ പാടില്ല? ആ പേഷ്യൻറ്റിനോട് പിന്നെ ഫുഡ് കഴിക്കരുതെന്ന് പറയണം. അതായത് 8 മണിക്ക് ശേഷം പിന്നെ എന്തില്ല? മൂപ്പർക്ക് ഫുഡില്ല. 8 മണിക്ക് ശേഷം, തലേന്ന് 8 മണിക്ക് ശേഷം ഫുഡില്ല പറഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ സാധ്യത ഉണ്ടോ? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് ചെയ്യാൻ പാടില്ല? കൊടുക്കാൻ പാടില്ല. ഓക്കെ അല്ലേ? സോ തലേന്ന് 8 മണിക്ക് ശേഷം ഫുഡ് അടിക്കാൻ പാടില്ല.
ബ്രേക്ക്ഫാസ്റ്റിന് സമയത്ത് ഫുഡ് കഴിക്കാൻ പാടില്ല. പിന്നെ 2 അവർ കഴിഞ്ഞ് രണ്ടാമത്തെ സാമ്പിൾ നമ്മൾ എടുക്കുമ്പോഴും ഇപ്പോൾ ഒന്നാമത്തെ സാമ്പിൾ എടുത്തിട്ട് പേഷ്യൻറ്റിനെ പുറത്തേക്ക് വിടാൻ പാടുണ്ടോ? ഇല്ല. പറ്റുവാണെങ്കിൽ ആ പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ തന്നെ ഇരുത്തുക. ആ ഹോസ്പിറ്റലിൽ തന്നെ പുള്ളിക്കാരനെ ഇരുത്തി എന്ത് സംഭവിക്കും? പുള്ളിക്കാരന് വരാൻ സാധ്യതയുള്ള എക്സസൈസിങ് സംഭവങ്ങളൊക്കെ അവിടെ നിൽക്കും. സോ നമുക്ക് ആക്യുറേറ്റ് റിസൾട്ട്സ് കിട്ടും. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, കണ്ടക്ടിങ് ദ OGTT. എങ്ങനെയാണത് നടത്തുന്നത്? ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റിൻ്റെ സ്റ്റെപ്സ്. നമ്മൾ 8 AM ടൈം, അതായത് രാവിലെ 8 മണിക്കാണ് എന്ത് ചെയ്യുക? ഫസ്റ്റ് സാമ്പിൾ കളക്ട് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് തന്നെ എന്തൊക്കെ സാമ്പിൾ കളക്ട് ചെയ്യും? ബ്ലഡ് സാമ്പിളും യൂറിനും ഒരുമിച്ച് കളക്ട് ചെയ്യും അല്ലേ? എന്നിട്ടോ അതിനാണ് നമ്മൾ എന്താ പറയുക? 0 hour സാമ്പിൾ എന്ന് പറയും. ഓക്കെ, എന്നിട്ട് എത്ര ഗ്രാം ഗ്ലൂക്കോസ്? 75 ഗ്രാം അൺഹൈഡ്രസ് ഗ്ലൂക്കോസ്. എത്ര ml വെള്ളത്തിൽ? 75 ഗ്രാം അൺഹൈഡ്രസ് ഗ്ലൂക്കോസ് ഇൻ 250 to 300 ml വാട്ടർ. ഇത് അൺഹൈഡ്രസ് ആണ്, വെള്ളം ഇല്ലാത്ത സാധനത്തിൽ 75 ഗ്രാം അൺഹൈഡ്രസ് ഗ്ലൂക്കോസ്. ഇനി മോണോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ് ആണ് കൊടുക്കുന്നതെങ്കിലോ? ഇപ്പോൾ മോണോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ് ആണ് ലോഡായിട്ട് കൊടുക്കുന്നതെങ്കിൽ ഒരു 82.5 ഗ്രാം കൊടുക്കുക. ആൻഡ് ഈ ഒരു സംഭവം ആർക്ക് വേണ്ടിയിട്ടാണ്? അഡൽട്ടിന് വേണ്ടിയിട്ടാണ്. അഡൽട്ടിന് ഇതെന്താണ്? ഫിക്സ്ഡ് ആണ്. ഫിക്സ്ഡ് എന്ന് പറഞ്ഞാൽ അയാൾ എത്ര വെയിറ്റ് ആയാലും നമ്മൾ കൊടുക്കേണ്ട ലോഡ് ഇത് തന്നെയാണ്. പക്ഷേ അത് കുട്ടികളാണെങ്കിൽ അതായത് 1 കിലോഗ്രാം ഉണ്ടെങ്കിൽ എത്ര കൊടുക്കണം? 1.75 ഗ്രാം കൊടുക്കണം. സോ 1.75 ഗ്രാം പെർ kg ആണെന്ത് കുട്ടി കൊടുക്കേണ്ട ലോഡ് അല്ലേ? അപ്പോൾ ഇത്രയും വലിയൊരു ലോഡ് കൊടുക്കുമ്പോൾ ഛർദ്ദിക്കാനുള്ള സാധ്യതയില്ലേ? അപ്പോൾ വോമിറ്റിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? സ്ലോലി കുടിക്കാൻ പറയണം. പക്ഷെ അത് എന്തായിരിക്കണം? 5 മിനിറ്റ് കൊണ്ട് തീർക്കുക വേണം. ഓക്കെ അല്ലേ? ദെൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ സജഷൻ പ്രകാരം 2 സാമ്പിൾ കളക്ട് ചെയ്യണം. എത്ര? 2 സാമ്പിൾ. ഒന്ന് ഫാസ്റ്റിങ്ങിൽ, രണ്ടാമത്തതോ 2 മണിക്കൂർ കഴിഞ്ഞ്. ആ 2 മണിക്കൂറാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ തന്നെ ഇരുത്തിക്കണം. ഗ്ലൂക്കോസ് ലോഡ് കൊടുത്തതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞ് രണ്ടാമതും ടെസ്റ്റ് ചെയ്യാം. ഈ ഗ്ലൂക്കോസ് ലോഡ് കൊടുത്തതിന് ശേഷം ദ ലെവൽ റൈസസ് ആൻഡ് റീച്ച്. ഈ ലെവൽ എന്താവും? ഗ്ലൂക്കോസോട് ഉറപ്പായിട്ട് ലെവൽ കൂടൂലേ? ബ്ലഡ് ഗ്ലൂക്കോസ് കൂടി ഒരു പീക്കെത്തി. 1 മണിക്കൂർ കൊണ്ട് നല്ല പീക്കെത്തും. ദെൻ ഒരു കുറച്ച് കഴിയുമ്പോൾ 2-3 മണിക്കൂർ കൊണ്ട് ഇത് കുറഞ്ഞു വരും. എന്തുകൊണ്ടാണ്? 2.5-3 മണിക്കൂർ ആകുമ്പോഴേക്ക് എന്താവും? ഇൻസുലിൻ സെക്രീറ്റ് ചെയ്തിട്ട് ആ ലെവൽ കുറയൂലേ? ഓക്കെ, സോ WHO സജഷൻ പ്രകാരം 100 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ, അല്ലെങ്കിൽ പോട്ടെ WHO സജഷൻ പ്രകാരം 70 to 100 ആണെന്ത് നോർമൽ ആൾക്കാരിൽ കാണാൻ പറ്റുന്നത്. എന്നാൽ കറൻ്റ്ലി ഇന്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ പറയുന്നത് ഇന്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ്റെ ഇത് പ്രകാരം 100 കൂടിയാൽ ഇതാണെന്ത് മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ക്രൈറ്റീരിയ. മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ക്രൈറ്റീരിയ ആയിട്ട് ഇന്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ പറയുന്നത് 100 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിൻ്റെ മുകളിൽ കൂടുന്നതാണ്. ഇനി മെയിനായിട്ട് പഠിക്കേണ്ട ഒരു ഗ്രാഫും ഒരു ടേബിളും ഉണ്ട്. ഓക്കെ, ദെൻ ഇതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് ഈ ഒരു ഗ്രാഫാണ്. മസ്റ്റായിട്ട് പഠിക്കുക. ആ ഗ്രാഫ് പഠിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു ടേബിളും ആവശ്യമാണ്. സോ ഈ ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ ക്രൈറ്റീരിയാസൊക്കെ നോക്കുന്നത്. അപ്പോൾ നോർമൽ പേഴ്സൺസിൻ്റെ ആദ്യം പഠിക്കുക. നോർമൽ പേഴ്സണിൽ ഫാസ്റ്റിങ്ങിൽ എന്തായിരിക്കണം? 110 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിൽ കുറവായിരിക്കും. ആൻഡ് 1 മണിക്കൂർ കഴിഞ്ഞാൽ അതൊരു 160 കുറവായിരിക്കും. 2 മണിക്കൂർ കഴിഞ്ഞാൽ, അതായത് നമ്മൾ രണ്ടാമത്തെ ടെസ്റ്റ് സാമ്പിൾ എടുക്കുമ്പോൾ അതൊരു 140 താഴെ വരും. എന്നാൽ അതേ സാധനം ഡയബറ്റീസ് ഉള്ള ആൾക്ക് ഫാസ്റ്റിങ്ങിൽ 126 കൂടുതലുണ്ടാവും. എന്നാൽ 2 മണിക്കൂർ കഴിഞ്ഞാലും 200 കൂടുതലുണ്ടാവും. ഓക്കെ, ദെൻ IGT ഉള്ള ആൾക്കാരല്ലോ, അവർക്ക് 110-ലും 126 ഡയബറ്റീസ് മെലിറ്റസിൻ്റെ ഇടയിലുള്ളൊരു വാല്യൂ ആയിരിക്കും. അതേപോലെ തന്നെ 200 എത്തൂല, എന്നാൽ 140 കുറയുമില്ല. 2 മണിക്കൂർ കഴിഞ്ഞാൽ 140-ൻ്റെ 199-ൻ്റെ ഇടയിലേക്കും. അതേ സംഭവമാണ് ഈ ഗ്രാഫ് കാണിച്ചിരിക്കുന്നത്. നോർമൽ ആൾക്കാരിൽ 100-ൻ്റെ താഴെ അല്ലെങ്കിൽ 110-ൻ്റെ അടുത്ത് ഇങ്ങനെ പോയി 140-ലെത്തി തിരിച്ച് നോർമലിലേക്ക് വരുന്നു. എന്നാൽ ഡയബറ്റീസുള്ള ആൾക്കാർക്ക് 200-ൻ്റെ ഒക്കെ എത്രയോ മുകളിൽ പോയി 2 മണിക്കൂർ കഴിഞ്ഞിട്ടും 200-ൻ്റെ അടുത്തേ എത്തുന്നുള്ളൂ. ദെൻ ഇമ്പയർഡ്
ആൾക്കാരിൽ ഈ ഒരു ഗ്രാഫും കൂടി നിങ്ങൾ പഠിച്ചാൽ ഈ ഒരു ഗ്രാഫും ഈ ഒരു ടേബിളും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇനി ക്ലിനിക്കിൽ പൊതുവേ ചെയ്യുന്ന ഈ OGTTക്ക് പകരമായിട്ട് ചെയ്യുന്നൊരു സംഭവമാണ് ഫിസിയോളജിക്കൽ ടോളറൻസ് ടെസ്റ്റ്. രണ്ടും സെയിം അല്ല, എന്നാലും ഏകദേശം കേട്ടാൽ ഒരു സെയിം പോലെ ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഫാസ്റ്റിംഗ് ബ്ലഡ് സാമ്പിൾ എടുക്കും. ഫിസിയോളജിക്കൽ ടോളറൻസിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് സാമ്പിൾ എടുക്കും. എന്നിട്ട് പേഷ്യൻറ്റിനോട് അതിന് ശേഷം എന്ത് ചെയ്യാൻ പറയും? നല്ലൊരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ പറയും. ഇത് നമ്മളെ ശരിക്കും ജീവിതത്തിൽ നടക്കുന്ന എന്താണോ അതേപോലത്തെ ഒരു സംഭവമാണ്. ആൻഡ് ആഫ്റ്റർ 2 മണിക്കൂർ എന്ത് ചെയ്യും? ദ ബ്ലഡ് സാമ്പിൾ ആഫ്റ്റർ 2 hours ഓഫ് മീൽ ഓൾസോ ടേക്കൺ. അപ്പോൾ അതിൻ്റെ റിസൾട്ടിനാണ് നമ്മൾ എന്ത് വിളിക്കുക? പോസ്റ്റ് പ്രാൻഡിയൽ വാല്യൂ. ഒരു സാധാരണ മനുഷ്യനിൽ, ഒരു നോർമൽ പേഴ്സണിൽ എന്തായിരിക്കും? 140 mg/dL കുറവായിരിക്കും. ദെൻ നമ്മൾ ഈ വരച്ച GTT കർവിൽ അബ്നോർമൽ GTT കർവ് വരാനുള്ള കോസസ് ഒന്ന് ഇമ്പയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ്, ഇമ്പയർഡ് ഫാസ്റ്റിംഗ് ഗ്ലൈസീമിയ, ഗസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ്, അലിമെൻ്ററി ഗ്ലൂക്കോസ് യൂറിയ ആൻഡ് റീനൽ ഗ്ലൂക്കോസ് യൂറിയ. അതിൻ്റെ തിയറി എഴുതിയില്ലെങ്കിൽ പോലും മിനിമം ഈ ഹെഡിങ്സ് എങ്കിലും എഴുതാൻ നോക്കുക. ആൻഡ് ഇമ്പയർഡ് ഗ്ലൂക്കോസ് ടോളറൻസിനെ ഇമ്പയർഡ് ഗ്ലൂക്കോസ് റെഗുലേഷൻ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ് 110-126 ഇടയിലായിരിക്കും. ആൻഡ് പോസ്റ്റ് ഗ്ലൂക്കോസ് വാല്യൂ, അതായത് 2 മണിക്കൂറിന് ശേഷവും 140-200 ഇടയിലായിരിക്കും. അപ്പോൾ ഇവർക്ക് എന്തല്ല? ഡയബറ്റീസ് അല്ല. അപ്പോൾ ഇതിനാണ് ഇമ്പയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് എന്ന് പറയുക. ഇങ്ങനത്തെ ആൾക്കാർ എന്ത് ചെയ്യണം? കെയർഫുള്ളായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. ആൻഡ് ഇമ്പയർഡ് ഫാസ്റ്റിംഗ് ഗ്ലൈസീമിയ, ഈ കണ്ടീഷനിൽ ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ് 110-126 ഇടയിലായിരിക്കും. പക്ഷേ 2 hour പോസ്റ്റ് ഗ്ലൂക്കോസ് വാല്യൂ അത് നോർമലായിരിക്കും, അതായത് 140 താഴെ. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. ഇവർക്ക് ഓൾറെഡി 2 മണിക്കൂറിനുള്ളിൽ ഇൻസുലിൻ വന്ന് അത് നോർമൽ വാല്യൂയിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ഇവരെന്ത് ചെയ്യണം? ചെറിയൊരു ഫോളോ അപ്പ് കൊടുത്തുകൊണ്ടിരിക്കണം. അത് കാരണം ഇവർക്കും ചെറിയൊരു പോസിബിലിറ്റി ഓഫ് ഡയബറ്റീസ് വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഉള്ളതാണ് ഗസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ്. ഇത് കാർബോഹൈഡ്രേറ്റ് ഇൻടോളറൻസ് ഒരു പ്രഗ്നൻ്റ് ലേഡിയിൽ നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഇത് ഓൾറെഡി ഡയബറ്റിക് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിന് ചെയ്യേണ്ട കാര്യമില്ല, ഓൾറെഡി അത് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അങ്ങനത്തെ എ നോൺ ഡയബറ്റിക് പേഷ്യൻറ്റ് ഹു ബിക്കംസ് പ്രഗ്നൻറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദിസ് കാറ്റഗറി. അപ്പോൾ ഗസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ് ഉള്ള ആൾക്കാർക്ക് ഡയബറ്റീസ് വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ ഗസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇൻക്രീസ്ഡ് ഇൻസിഡൻസ് ഓഫ് നിയോനാറ്റൽ മോർട്ടാലിറ്റി. ഈ ഒരു ടേം ഇമ്പോർട്ടൻ്റ് കേട്ടോ. അപ്പോൾ അവർക്ക് നിയോനാറ്റൽ മോർട്ടാലിറ്റി വരാനുള്ള ഇൻക്രീസ്ഡ് ഇൻസിഡൻസ് ചാൻസ് ഉണ്ട്. ആൻഡ് ഈ അമ്മയിലെ ഹൈപ്പർ ഗ്ലൈസീമിയ എന്തിന് കാരണമാവും? കുട്ടിയിൽ കൂടുതൽ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യാൻ കാരണം. സോ എന്താവും? ഫീറ്റൽ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ആയി ആ ഇൻക്രീസ് ചെയ്യുമ്പോൾ കുട്ടിയുടെ വെയിറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, ദെൻ ആഫ്റ്റർ ചൈൽഡ് ബർത്ത് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഓക്കെ, ദെൻ അടുത്തതാണ് അലിമെൻ്ററി ഗ്ലൂക്കോസ് യൂറിയ. ഇവിടെയെന്ന് വെച്ചാൽ ബ്ലഡ്, അതായത് നമ്മൾ ബ്ലഡ് ഗ്ലൂക്കോസ് നമ്മുടെ തുടക്കത്തിലെടുക്കുമ്പോൾ ഇനിഷ്യൽ സാമ്പിളിൽ ഭയങ്കര റൈസ് ആയിരിക്കും. പക്ഷേ 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും അത് നോർമലാവും. കാരണം എന്ന് വെച്ചാൽ ആ തുടക്കത്തിലെ റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ കൂടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ കൂടാൻ പോസിബിലിറ്റി ഉള്ള ആൾക്കാർ ഗ്യാസ്ട്രക്ടമി കഴിഞ്ഞ ആൾക്കാരോ അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡ്സ് ഉള്ള ആൾക്കാരോ ആണ്. ദെൻ ഉള്ളത് റീനൽ ഗ്ലൂക്കോസ് യൂറിയ. അതിൽ സാധാരണ നമ്മുടെ കിഡ്നിക്ക് താങ്ങാവുന്നൊരു ഗ്ലൂക്കോസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 175-180 mg/dL ആണ്. അതിനെ റീനൽ ത്രഷോൾഡ് എന്ന് പറയും. അതിൽ കൂടുതലായി എന്ത് സംഭവിക്കും? ആ ബ്ലഡ് ഗ്ലൂക്കോസ് യൂറിനിലേക്ക് വരും. ദെൻ ഈ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഇൻസുലിൻ. സോ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഇൻസുലിൻ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഉള്ളത് കാർബോഹൈഡ്രേറ്റ് സ്റ്റാർവേഷൻ. അതുകൊണ്ടാണ് നമ്മൾ പേഷ്യൻറ്റിനോട് ഒരു 3 ദിവസം മുന്നേ നല്ല രീതിക്ക് കാർബോഹൈഡ്രേറ്റ് ഉള്ള ഡയറ്റ് ഫോളോ ചെയ്യാൻ പറയുന്നത്. ആൻഡ് എക്സസൈസ്, ഉറപ്പായിട്ട് എക്സസൈസ് ചെയ്താൽ കാർബോഹൈഡ്രേറ്റ് എന്ത് ചെയ്യാണ്ടും എനർജിക്ക് വേണ്ടി അത് യൂട്ടിലൈസ് ചെയ്യും. സോ പേഷ്യൻറ്റിനോട് എന്ത് ചെയ്യും? ഈ ടെസ്റ്റ് നടക്കുന്ന ഒരു കാലയളവിൽ കുറച്ച് എക്സസൈസ് ഒക്കെ ഒഴിവാക്കി റെസ്റ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. ഇത്രയും സാധനങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പിന്നെ ഉള്ളത് ലിവർ ഡിസീസ് ആയിക്കോട്ടെ, അക്യൂട്ട് ഇൻഫെക്ഷൻ ആയിക്കോട്ടെ. അക്യൂട്ട് ഇൻഫെക്ഷൻ വരുമ്പോൾ കോർട്ടിസോളിൻ്റെ സെക്രേഷൻ കൂടുന്നുണ്ട്. ഈ ലിവർ ഡിസീസിലും അക്യൂട്ട് ഇൻഫെക്ഷനിലും കർവ് എന്താവും? എലിവേറ്റഡും ആവും, അതിൻ്റെ കൂടെ പ്രൊലോങ്ഡ് ആവും. ആൻഡ് ഹൈപ്പർ തൈറോയിഡ്സ് ആണെങ്കിൽ ആ കർവ് നല്ല സ്റ്റീപ്പ് റൈസ് ഉണ്ടാവും. ആൻഡ് ഹൈപ്പോ തൈറോയിഡ്സ് ആണെങ്കിൽ ആ കർവ് ഫ്ലാറ്റ് ആവും. ഇത്രയും സാധനം പഠിക്കുക. ഓക്കെ, ദെൻ ഫൈനൽ ഈ ഒരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ വേണമെങ്കിൽ എഴുതാം. ഇത് ഓൾറെഡി ആ ടേബിളിലുള്ള സംഭവം തന്നെയാണ്. ആൻഡ് ഇത്രയാണ് എന്ത്? ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. അപ്പോൾ താങ്ക് യു.